യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസിനും റഷ്യയുടെ കടുത്ത മുന്നറിയിപ്പ്. യുക്രൈന് സൈനിക സഹായം നൽകുന്നതിലാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഈ മുന്നറിയിപ്പ് എത്തിയത്. ബ്രിട്ടനും ഫ്രാൻസും തീ കൊണ്ട് കളിക്കുകയാണെന്നാണ് റഷ്യയുടെ ആരോപണം. യുക്രൈന് മിസൈൽ സാങ്കേതികവിദ്യ കൈമാറാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ മുന്നറിയിപ്പ് നൽകിയത്. സ്റ്റോം ഷാഡോ ദീർഘദൂര ക്രൂസ് മിസൈലുകൾ ആഭ്യന്തരമായി യുക്രൈന് നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ലഭ്യമാക്കുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഈ മുന്നറിയിപ്പും എത്തിയത്. ബ്രിട്ടീഷ് ഫ്രഞ്ച് സംയുക്ത ക്രൂസ് മിസൈലാണിത്. ഇത് ലഭിക്കുന്നതോടെ യുക്രൈന് റഷ്യയുടെ ഉൾപ്രദേശങ്ങൾ ലക്ഷ്യമിടാനുമാകും. യുക്രൈനുള്ള സൈനിക സഹായങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും എതിരെയാണ് റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം യുക്രൈനിലെ അധിനിവേശം തുടരുമ്പോൾ തന്നെ ഒരു നാറ്റോ രാജ്യത്തിനെതിരെ പരിമിതമായ ആക്രമണം നടത്താൻ റഷ്യ പദ്ധതിയിടുന്നതായി അടുത്തിടെ ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. US ഇന്റലിജൻസ് വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഈ റിപ്പോർട്ട്. സൈബർ ആക്രമണമോ അല്ലെങ്കിൽ പരിമിതമായ സൈനിക കടന്നുകയറ്റമോ റഷ്യ ലക്ഷ്യമിടുന്നതായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും. എന്നാൽ ഏത് നാറ്റോ രാജ്യമാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. യുദ്ധത്തിന്റെ തുടക്കം മുതൽ യുക്രൈന് സൈനിക സഹായം നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്തിടെയുണ്ടായ യുക്രൈൻ ആക്രമണങ്ങളിൽ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങൾക്കും വലിയ അളവിൽ നാശനഷ്ടമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യ നിലപാട് കടുപ്പിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുണ്ടായ യുക്രൈന്റെ തിരിച്ചടികൾ റഷ്യയിലെ ഇന്ധന വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും ഇന്ധന അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ യുക്രൈൻ തുടർച്ചയായി ഡ്രോൺ ആക്രമണം ശക്തമാക്കിയതോടെ റഷ്യയിൽ പെട്രോൾ ഉൽപാദനത്തിനും തിരിച്ചടിയായി. ആഭ്യന്തര ആവശ്യകത നിറവേറ്റാൻ ബുദ്ധിമുട്ട് നേരിട്ടതോടെ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യ നിർബന്ധിതമായെന്നും റിപ്പോർട്ടിലുണ്ട്. ഇന്ധന ഊർജ്ജ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങളുടെ ഫലമായി നിരവധി എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതേ തുടർന്ന് ഗ്യാസോലിൻ, ഡീസൽ ഉൽപാദനം താൽക്കാലികമായും ഭാഗികമായും കുറച്ചു. റഷ്യൻ വക്താവ് അലക്സാണ്ടർ നൊവാക്ക് പറഞ്ഞതായി വിദേശ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയിലെ എണ്ണ മേഖലകളെല്ലാം തിരിച്ചടി നേരിടുന്നതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. യുക്രൈൻ നടത്തിയ തിരിച്ചടികളിൽ റഷ്യയിലെ നിരവധി എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചില റിഫൈനറികളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്തു. ഇതോടെ റഷ്യയുടെ ആഭ്യന്തര പെട്രോൾ ലഭ്യതയിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും പെട്രോൾ ക്ഷാമം ഒഴിവാക്കുന്നതിനായി വിദേശത്തു നിന്നുള്ള ഇന്ധന വിതരണത്തെ റഷ്യ ആശ്രയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലായി ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് 10 ലക്ഷം ബാരലിലധികം പെട്രോൾ കയറ്റി അയച്ചതായി കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ സൂചിപ്പിക്കുന്നു. ജൂണിൽ പ്രതിദിനം ഏകദേശം 12,000 ബാരലും ജൂലൈയിൽ ഏകദേശം 21,000 ബാരലും ഇന്ത്യ റഷ്യയിലേക്ക് കയറ്റി അയച്ചതായാണ് റിപ്പോർട്ടുകൾ. ഗുജറാത്തിലെ വഡിന റിഫൈനറിയാണ് റഷ്യയിലേക്കുള്ള ഈ പെട്രോൾ കയറ്റുമതിയിലെ പ്രധാന ഇന്ത്യൻ ഉറവിടമെന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ എണ്ണ കമ്പനികൾക്ക് വഡിന റിഫൈനറി ഉടമസ്ഥതയിലുള്ള നയാര എനർജിയിൽ ഗണ്യമായ ഓഹരി പങ്കാളിത്തവുമുണ്ട്. റഷ്യ സാധാരണയായി വലിയ തോതിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. എന്നാൽ യുക്രൈൻ ആക്രമണങ്ങളിൽ എണ്ണ ശുദ്ധീകരണ ശേഷിക്ക് തിരിച്ചടി നേരിട്ടതോടെ റഷ്യ തന്നെ ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച പെട്രോൾ വാങ്ങുന്ന അസാധാരണ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. ഈ ക്രൂഡ് ഇന്ത്യയിലെ റിഫൈനറികളെ ശുദ്ധീകരിച്ചാണ് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. യുക്രൈന്റെ തിരിച്ചടികൾ റഷ്യയുടെ എണ്ണ വ്യവസായത്തെ സൃഷ്ടിച്ച മറ്റൊരു തിരിച്ചടിയായാണ് ഇന്ത്യയിൽ നിന്നുള്ള പെട്രോൾ ഇറക്കുമതിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.